ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഡോക്ടർ കാത്ലിൻ, വെറ്റിനറി ഡോക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നല്ല കറവ പശുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മുടെ കർഷകർക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ പശുക്കളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സങ്കരയിനം പശു വേണോ അല്ലെ നാടൻ പശു വേണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ഈ സങ്കരയിനം പശുക്കളെ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് വ്യവസായപരമായിട്ട് പാല് വിൽക്കുവാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി നാടൻ പശുവിനെ വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും ചാണകത്തിനും വീടിൻ്റെ ആവശ്യങ്ങൾ മാത്രമേ നടക്കത്തുള്ളൂ. ഈ നാടൻ പശുക്കളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ, ഗിർ പോലത്തുള്ള പശുക്കൾ. സങ്കരയിനം പശുക്കളിലാണെങ്കിൽ HF, ജേഴ്സി, ബ്രൗൺ സ്വിസ് ക്രോസ് ബ്രീഡുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് ബ്രീഡാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ളത് ആദ്യം തീരുമാനിക്കേണ്ടതാണ്. കാരണം ഓരോ ബ്രീഡിനനുസരിച്ചും അതുപോലെ നമുക്കുള്ള സൗകര്യങ്ങളും അനുസരിച്ചുമായിരിക്കും നമുക്ക് പശുക്കളെ എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്ന ഈ വെച്ചൂരാണെങ്കിൽ വെച്ചൂരിൻ്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ആ ക്യാരക്ടറിലുള്ള പശുക്കൾ അല്ലെങ്കിൽ ആ ബ്രീഡ് ക്വാളിറ്റിയുള്ള പശുക്കളാണോ വരുന്നതെന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഓരോ ബ്രീഡിൻ്റെയും പ്രത്യേകതകളും അവരെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നതിനെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പം നമ്മളിപ്പം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം പശുവായ വെച്ചൂർ പശു എടുക്കുകയാണെങ്കിൽ അത് ആദ്യം കർഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ക്വാളിറ്റി ഏത് ബ്രീഡ് തമ്മിലാണ് ക്രോസ് ചെയ്തെത്തുള്ളത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിൻ്റെ പാൽ ഉൽപാദനം നമുക്ക് നോർമലായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് കിടാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കിടാരികളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിന് വളർച്ച ഉണ്ടോ എന്നുള്ളത്, അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച അവർക്കുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ജനിതകപരമായ വൈകല്യമുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ കിടാരികളിൽ ഫ്രീ മാർട്ടിൻ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. ഈ ഫ്രീ മാർട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ പശു പ്രസവിക്കുമ്പോൾ ഇരട്ട കുട്ടികളെ പ്രസവിക്കും. അതിലൊരു ആൺ കിടാവും പെൺകിടാവും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷകന് ഇരട്ടി സന്തോഷമാണ്. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഈ ജനിക്കുന്ന പെൺകിടാവിന് പ്രത്യുത്പാദന ശേഷി ഉണ്ടാവത്തില്ല. 80% ഈ പശുക്കിടാവിന് പ്രത്യുത്പാദന ശേഷി ഉണ്ടാവാത്തത് കൊണ്ട് ഇതിന് പ്രസവിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിടാരികളിൽ തിരഞ്ഞെടുക്കാൻ നേരത്ത് ഈ ഫ്രീ മാർട്ടിനായിട്ടുള്ള പ്രത്യുത്പാദന ശേഷി ഉണ്ടാവാത്തത് കൊണ്ട് ഇതിന് പ്രസവിക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കിടാരികളിൽ തിരഞ്ഞെടുക്കാൻ നേരത്ത് ഈ ഫ്രീ മാർട്ടിനായിട്ടുള്ള പ്രത്യുത്പാദന ശേഷി കുറവുള്ള പെൺകിടാക്കളെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഫ്രീ മാർട്ടിനെ കണ്ടുപിടിക്കാൻ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എടുക്കുന്ന പശുക്കിടാക്കളുടെ ഈറ്റത്തിൻ്റെ ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അധിക രോമ വളർച്ച ഉണ്ടെങ്കിൽ അത് ഫ്രീ മാർട്ടിനാണ്. ആ പശുക്കിടാക്കളെ നിങ്ങൾ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കിടാരികളെ എടുക്കുമ്പം എടുക്കുന്നവരോട് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ മതിലക്ഷണം എത്ര പ്രായത്തിലാണ് കാണിച്ചെന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിടാക്കൾ 14 തൊട്ട് 18 മാസത്തിലാകുമ്പോൾ ആദ്യത്തെ മതിലക്ഷണങ്ങൾ കാണിക്കും. അല്ലെങ്കിൽ 1 വയസ്സിന് 2 വയസ്സിന് മേലെയൊക്കെ അവർ മതിലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുകയാണെങ്കിൽ ആ കിടാക്കളെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു കറവ പശുവിനെ കർഷകൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ 2-3 പ്രസവം കഴിഞ്ഞ് ഒരു കറവ പശുവിനെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യമായിട്ട് കർഷകരൊക്കെ ആണെങ്കിൽ ഈ 2-3 പ്രസവം കഴിഞ്ഞ പശുക്കളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം നല്ല മിനുസമുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ള ശരീരമുള്ള പശുക്കളെ വേണം നിങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടി. അവരുടെ കണ്ണ് നല്ല ബ്രൈറ്റ് ആയിരിക്കണം, മൂക്കിൽ നല്ല രീതിയിൽ ഈർപ്പം നിൽക്കണം. ഡ്രൈ നോസൊക്കെ ആയിട്ടുള്ള പശുക്കളെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം അവർക്ക് രോഗം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അകിടിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നല്ല അകിടായിരിക്കണം, തൊടുമ്പോൾ നല്ല കട്ടിയുള്ളതും അതുപോലെ കറവയ്ക്ക് ശേഷം പെട്ടെന്ന് ചൊങ്ങിപ്പോകുന്ന അകിടുമായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ അകിടിന് ഇടയ്ക്കുള്ള കാമ്പുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നല്ല അകലമുള്ള കാമ്പുകളായിരിക്കണം, ഒരേ ഷേപ്പിലുള്ളതായിരിക്കും. അല്ലാതെ കയറി ഇറങ്ങിയ കാമ്പുകളുള്ള പശുക്കളാണെങ്കിൽ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് നല്ല പാല് കിട്ടുന്ന പശുവാണെന്ന് അറിയാൻ വേണ്ടി മിൽക്ക് പെയിൻ നോക്കിയാൽ മതി. അകിടിലെ മിൽക്ക് പെയിൻ നല്ലതായിട്ട് തെളിഞ്ഞ് കാണുന്ന പശുക്കളിൽ നല്ല പാലുൽപാദനം ഉണ്ടെന്നാണ് അർത്ഥം കാണിക്കുന്നത്. നല്ല വാൽനീളമുള്ള പശുക്കൾക്കാണെങ്കിൽ അവർക്ക് ശരീരത്തിലെ ഈച്ചകളെ ഓടിക്കുവാനും അതുപോലെ തന്നെ ശരീരം നല്ലൊരു ശുദ്ധിയായിട്ട് നോക്കുവാനും സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഏത് ബ്രീഡിനെ വേണം തിരഞ്ഞെടുക്കണമെന്നുള്ളത് ആദ്യം തന്നെ കർഷകൻ്റെ മനസ്സിലൊരു നിഗമനം ഉണ്ടായിരിക്കണം. HF വേണോ ജേഴ്സി വേണോ എന്നുള്ളത്. ഈ HF പശുക്കളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് പാലുൽപാദനം വളരെ കൂടുതലായിരിക്കും, പക്ഷേ പാലിന് കൊഴുപ്പ് കുറവായിരിക്കും. ജേഴ്സി അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ജേഴ്സിക്ക് നല്ല കൊഴുപ്പുള്ള പാലായിരിക്കും ലഭിക്കുന്നത്, പക്ഷേ HFൻ്റെ
അത്രയും പാല് നമുക്ക് ലഭിക്കത്തില്ല. അപ്പം നമ്മുടെ കാലാവസ്ഥയിലും അതുപോലെ നമ്മൾ വളർത്തുന്ന സാഹചര്യത്തിലും നല്ല ഏത് പശുവാണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ഏത് പശുക്കളെ എടുക്കണമെന്നുള്ളത് ഓരോ കർഷകൻ്റെ ആഗ്രഹം അനുസരിച്ചായിരിക്കും. മിക്കപ്പോഴും കേരളത്തിൽ പൊതുവായിട്ട് കർഷകരെടുക്കുന്ന കോമൺ ബ്രീഡ് എന്ന് പറയുന്ന ക്രോസ് ബ്രീഡ് HFും ക്രോസ് ബ്രീഡ് ജേഴ്സിയും ആയിരിക്കും. ഈ ക്രോസ് ബ്രീഡ് HFിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് പാൽ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും, എന്നാൽ പാലിൻ്റെ കൊഴുപ്പ് വളരെ കുറവായിരിക്കും. പക്ഷേ ജേഴ്സി പശുവിനെന്ന് പറഞ്ഞാൽ പാലിന് കൊഴുപ്പ് നല്ല കൂടുതലായിരിക്കും, പാൽ ഉൽപ്പാദനം HFിൻ്റെ അത്രയും ലഭിക്കത്തില്ല. പക്ഷെ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള പശുക്കളായിരിക്കും ഈ ജേഴ്സി പശുക്കൾ. ആദ്യമായി പശുക്കളെ വളർത്തുന്ന കർഷകരാണെങ്കിൽ ഞാൻ എപ്പോഴും ജേഴ്സി പശുവിൽ നിന്ന് തുടങ്ങുവാനേ പറയത്തുള്ളൂ. കാരണം HFന് ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ HF പശുക്കൾക്ക് അധികം പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് രോഗങ്ങളും അസുഖങ്ങളും പെട്ടെന്ന് വരികയും കർഷകന് ഒരുപാട് നഷ്ടം വരാനുള്ള സാധ്യത കൊണ്ട് ജേഴ്സി പശുവെ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് പശുക്കളെ തിരഞ്ഞെടുത്ത് വളർത്തണമെന്നുള്ളത്. അതുപോലെ തന്നെ നല്ലതാണ് ബ്രൗൺ സ്വിസ്സും ക്രോസ് ബ്രീഡ് ബ്രൗൺ സ്വിസ്സും ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ കർഷകർ വളർത്തുന്ന ഒരു ബ്രീഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കർഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പുതിയ പശുവിനെ എടുക്കാൻ പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും പശുവിൻ്റെ രാവിലത്തെ കറവയും വൈകുന്നേരത്തെ കറവയും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. കാരണം അതൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഒരു ദിവസം എത്ര പാല് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഏകദേശം കണക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി പശുവിന് കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി കുടിക്കുന്ന അളവും കൂടെ നിങ്ങൾ കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പാല് എത്രത്തോളം നമുക്ക് ഒരു പശുവിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ല കുളമ്പുള്ള പശുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുളമ്പിലാണ് ഒരു പശുവിൻ്റെ ആരോഗ്യം മുഴുവൻ ഇരിക്കുന്നത്. കുളമ്പ് നല്ലതല്ലെന്നുണ്ടെങ്കിൽ പശുക്കളുടെ പാല് കുറയുവാനും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ല കുളമ്പുള്ളതും അതുപോലെ കുളമ്പിൻ്റെ അടിയിലൊക്കെ നോക്കണം, എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ആ കുളമ്പിൻ്റെ അടിയിൽ തൊടുമ്പോൾ പെയിൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം. കാരണം അങ്ങനെയൊക്കെ ഉള്ള പശുക്കളെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗം വരുവാനും അവർക്ക് എഴുന്നേൽക്കുവാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ പെയിൻ കാരണം പാല് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ശരീരം നല്ല മിനുസമുള്ളതായിരിക്കണം. സോഫ്റ്റ് ആയിട്ടുള്ള ശരീരമുള്ള പശുക്കളെ എടുക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് നല്ല പാലുൽപാദനം ഉണ്ടാവുന്നതാണ്. ഒരുപാട് തടിച്ചു കൊഴുത്ത പശുക്കളെയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് പാലുൽപാദനം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള പശുക്കളെ എടുക്കുക. അതായത് നമ്മൾ കറവയ്ക്ക് ഇരിക്കാൻ നേരത്ത് നമ്മൾ തൊഴിക്കുന്നയോ ചവിട്ടുന്നയോ ഒക്കെ പശുക്കളുണ്ടെങ്കിൽ ആ പശുക്കളെ നിർത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് കറവ എടുക്കുന്ന ആൾക്കും പ്രശ്നമാണ്. ഈ പശു ചവിട്ടവും തൊഴിക്കുകയൊക്കെ ചെയ്യാൻ നേരത്തെ പാല് കറക്റ്റായിട്ട് കറക്കാൻ പറ്റാതെ വരികയും അവർക്ക് അകിടുവീക്കം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പശുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കർഷകൻ കൊടുത്തിരിക്കുന്ന ഏത് ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നുള്ളത് കൃത്യമായി അറിഞ്ഞ് ആ ഭക്ഷണം തന്നെ ഒരു 1-2 ആഴ്ച കൊടുക്കുവാൻ ശ്രമിക്കുക. കാരണം പെട്ടെന്നൊരു പുതിയ സ്ഥലത്തേക്ക് വരാൻ നേരത്ത് പശുക്കൾക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രെസ് വഴി അവർക്ക് പാലുൽപാദനം കുറയും. അപ്പം അവർ കൊടുക്കുന്ന ഭക്ഷണം തന്നെ കൃത്യമായി ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പയ്യെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഒരു പശുവിനെ എടുക്കാൻ നേരത്തെ ആ പശുവിൻ്റെ വൃത്തി ഉണ്ടോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. നല്ല വൃത്തിയുള്ള പശുക്കൾക്കൊക്കെ അസുഖം വരുന്നത് വളരെ കുറവായിരിക്കും. അപ്പം ഒരു നല്ല കറവ് പശുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ അകിട് നോക്കുക. അകിടിൻ്റെ വലുപ്പവും അകിടിൻ്റെ സോഫ്റ്റ്നെസ്സും പെട്ടെന്ന് തന്നെ ചുരുങ്ങിപ്പോകുന്ന അകിടുള്ള പശുക്കളെ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മിൽക്ക് വെയിൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നല്ല തടിച്ചു കൊഴുത്ത മിൽക്ക് വെയിൻ ആണെങ്കിൽ നല്ല പാലുൽപാദനം ലഭിക്കത്തുള്ളൂ. വൃത്തിയുള്ള പശുക്കളെ എടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഹൂഫ് സ്കോർ നോക്കുക. നല്ല കുളമ്പാണെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള പശു ആയിരിക്കത്തുള്ളൂ, നല്ല പാലുൽപാദനം ലഭിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ശരീരം വളരെ സോഫ്റ്റ് ആയിരിക്കണം. സ്കിന്ന് നമുക്ക് തൊടുമ്പോൾ നല്ല മിനുസമുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമാണ് പശുവിലാണ് നല്ല പാലുൽപാദനം ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇനം ഒരു പശുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് കറക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പശുക്കൾക്ക് എന്തെങ്കിലും രോഗം കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ രോഗം ഭേദമാക്കുവാൻ ശ്രമിക്കുക. കാരണം നമ്മൾ കർഷകൻ ഒരു പശുവിനെ വളർത്തുന്നതെന്ന് വെച്ചാൽ തന്നെ ഒരു പാലുൽപാദനത്തിന് വേണ്ടി. അപ്പോൾ പാലുൽപാദനം നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ചുള്ള പാലുൽപാദനം നമുക്ക് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നഷ്ടം വരികയും കർഷകർ ഇന്നത്തെ കാലത്ത് കർഷകർ കൂടുതലായിട്ടും ഈ പശുക്കളെ എടുക്കാതിരിക്കുന്നത് തന്നെ പാലുൽപാദനത്തിൻ്റെ കുറവ് മൂലവും അതുപോലെ തന്നെ പശുക്കൾക്ക് വരുന്ന രോഗം കൂടുന്നതൊക്കെ കൊണ്ടാണ്. പിന്നെ അതുപോലെ തീറ്റയുടെ വിലയും ഇന്നത്തെ കാലത്ത് ഭയങ്കര കൂടി വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മുടെ പശുവിൻ്റെ ആരോഗ്യം കൃത്യമായി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള വാക്സിനേഷൻ, ഡീവോമിങ് എല്ലാം കൃത്യമായി അവർക്ക് കൊടുക്കേണ്ടതാണ്. ഓരോ ബ്രീഡ്സിൻ്റെയും ക്യാരക്ടേഴ്സ് എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് HF ക്രോസ് ബ്രീഡ് പശു. ഈ പശു വളർത്തലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ ഡയറി ഫാമുകളിൽ HF പശുക്കളെ വളർത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇവയുടെ
ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാൽ ഉൽപ്പാദനം വളരെ കൂടുതലാണ്. ഏകദേശം 18 തൊട്ട് 25 ലിറ്റർ വരെ പാല് നല്ല HF പശുവിന് ലഭിക്കുവാനിടയാകും. അതുപോലെ തന്നെ നല്ല പോഷകാഹാരങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല പ്രകടനം കാഴ്ചവെക്കത്തുള്ളൂ. ചൂട് കാലാവസ്ഥ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഹീറ്റ് സ്ട്രെസ് പോലത്തുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. താരതമ്യേന ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഡൗൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാല് കൂടുതൽ ലഭിക്കുന്ന ഇനമാണ് HF പശുക്കൾ. ഇനി ജേഴ്സി പശുവാണ് ഈ കാണുന്നത്. ജേഴ്സി പശുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവയ്ക്ക് പാലിൻ്റെ അളവ് HFനേക്കാളും കുറവാണ്. ഏകദേശം 10 തൊട്ട് 15 ലിറ്റർ പാലായിരിക്കും മാക്സിമം ലഭിക്കുന്നത് നല്ല ജേഴ്സി പശുവിൽ നിന്ന്. ഇവയുടെ പ്രത്യേകത പാലിൻ്റെ കൊഴുപ്പ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ചൂട് കാലാവസ്ഥയിൽ ഇവർക്ക് നന്നായിട്ട് കാലാവസ്ഥയായിട്ട് ഇണങ്ങി ചേർന്ന് പോകാൻ പറ്റും. ഭക്ഷണ ചെലവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ വരുന്നതും കുറവാണ്. പരിപാലനവും എളുപ്പമാണ്. ഇവയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ കുറഞ്ഞ പാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫാറ്റുമാണ് ഇവയുടെ പാലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കാസർഗോഡൻ കുള്ളം പശു. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടും പുറത്തെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ ഭക്ഷണ ചെലവായിരിക്കും. ശരീരഭാരം വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിപാലനം വളരെ എളുപ്പമാണ്. പാലിൻ്റെ അളവ് ഏകദേശം 2 തൊട്ട് 4 ലിറ്റർ വരെ പാൽ ലഭിക്കുന്നതായിരിക്കും. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ കർഷകർക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇനം പശുവിൻ്റെ ബ്രീഡാണ് കാസർഗോഡ് കുള്ളൻ. ഇനി വെച്ചൂർ പശുക്കളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ പശു. ഇവയുടെ പാലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെയാണ് മാക്സിമം ലഭിക്കുന്നത്. പാലിൻ്റെ കൊഴുപ്പ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ചൂട് കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കാലാവസ്ഥയുമായിട്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. ഔഷധ ഗുണമുള്ള പാലാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഭക്ഷണ ചെലവ് വളരെ കുറവാണ്. കുറഞ്ഞ പാലും നല്ല ഔഷധ ഗുണമുള്ള പാലൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുറഞ്ഞ സ്പേസിൽ വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം പശുവാണ് വെച്ചൂർ പശു. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഗിർ പശു. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് പാലുൽപാദനം നല്ല രീതിയിലുണ്ടാകും. ഏകദേശം 10 തൊട്ട് 20 ലിറ്റർ വരെ പാല് നല്ലൊരു ഗിർ പശുക്കളിൽ നിന്ന് ലഭിക്കുവാനിടയാകും. അതുപോലെ തന്നെ പാലിൻ്റെ കൊഴുപ്പും നല്ല രീതിയിലുണ്ട്. ചൂട് കാലാവസ്ഥയിൽ ഇവർക്ക് നല്ല രീതിയിൽ നിൽക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളവയാണ് ഇവ. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ഫേസ് നോക്കിയാൽ നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫോർഹെഡ് കാണാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു കൊമ്പും അതുപോലെ നീളം കൂടിയ ചെവികളുമാണ് നല്ല ഒരു ഗിർ പശുവിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പുറകിലൊരു ഹമ്പൊക്കെ കാണും. അപ്പം നല്ലൊരു രീതിയിൽ ചെറിയതായിട്ടൊരു ഫാം വളർത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഏറ്റവും നല്ല പശുവാണ് ഗിർ പശു. ഇവയ്ക്കാണെങ്കിൽ നല്ല പാലുണ്ടാകും. അതുപോലെ തന്നെ പാലിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ നല്ല ലാഭകരമായിട്ട് കർഷകർക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവരുടെ നെയ്യ് വളരെ ഡിമാൻഡുള്ളതാണ്. ഏത് കാലാവസ്ഥയിലും ഇവർക്ക് നല്ല രീതിയിൽ നിൽക്കുവാൻ സാധിക്കും. ചെറിയ ഫാമുകാർക്കും വലിയ ഫാമുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പശുവാണ്. ഇവർക്കാണെങ്കിൽ HFനെ പോലെ ഹൈ മെയിൻ്റനൻസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ ജേഴ്സി പശുക്കളെ പോലെ പാലിൻ്റെ അളവ് അത്ര കുറവുമായിരിക്കത്തില്ല. അപ്പം കർഷകർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഗിർ പശു. അപ്പോൾ ഈ വീഡിയോ കർഷകർക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.